സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ഇവിടെ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘികളും ക്രിസംഘികളും ഒക്കെ പറയുന്നത് പാകിസ്ഥാനെ ചുട്ടുകരിക്കും, സൗദി അറേബ്യ ചുട്ടുകരിക്കും, ഫലസ്തീൻ എന്ന് പറയുന്ന ആൾക്കാരെ മൊത്തം കൊന്നൊടുക്കും, അവർ പല സ്ഥലത്ത് അഭയാർത്ഥികളായിട്ട് പോകും എന്നൊക്കെയാണ് സ്വപ്നം കാണുകയാണ് അവർ, സംഘികളും ക്രിസംഘികളും. അപ്പോൾ എന്തും ചെയ്യും. ഇസ്രയേൽ എന്ന് പറയുന്ന ഭയങ്കര രാഷ്ട്രമാണ്. അവർ ഭയങ്കരമായ ഒരു സാധനം, എന്താണ്, ലേസർ ബീം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തകർക്കുമെന്നാണ് നാട് മൊത്തം, ലോകം മൊത്തം. അങ്ങനെ ലോകത്തെ തകർക്കാൻ കഴിവുള്ള ഒരു രാജ്യവും ഈ ലോകത്തില്ല. ലോകം ആരാണ് സൃഷ്ടിച്ചത്? മനുഷ്യനെ ആരാണ് സൃഷ്ടിച്ചത്? ഈ ലോകം എങ്ങനെയാണ് നിലനിർത്തിയിരിക്കുന്നത്? അത് ഈ സംഘികൾക്കും പിന്നെ ക്രിസ്ത്യാനികൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് സൃഷ്ടിച്ചവൻ ആരാണ്? ഈ ലോകം. ഭൂമിയിലെയും ആകാശത്തിലേക്കും നിങ്ങൾ മലന്നും കുനിഞ്ഞു ഒന്ന് നോക്കണം, എങ്ങനെയാണ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നതെന്ന്. ഇവിടെ ഇസ്രയേലും പിന്നെ അമേരിക്കയും കൂടെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇത്രയും ബുദ്ധിയും വിവരമില്ലാത്ത വിഡ്ഢികളായ മനുഷ്യന്മാർ എന്തെങ്കിലുമൊക്കെ അങ്ങ് ജൽപ്പനങ്ങൾ നടത്തുകയാണ്. എന്താണ് നിന്റെയൊക്കെ വിവരം? എന്തറിഞ്ഞാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഏത് ലേസർ ബീമും അതിനെ മറികടക്കാൻ പറ്റിയ ബാക്കിയുള്ള ആയുധങ്ങൾ പലരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും വെളിയിൽ വിടുന്നില്ല എന്നേ ഉള്ളായിരുന്നു. ഇപ്പൊ ചൈന ആയിരുന്നാലും, റഷ്യ ആയിരുന്നാലും, ഇറാൻ ആയിരുന്നാലും അവരുടെ കയ്യിലും ആയുധങ്ങളുണ്ട്. ഇപ്പൊ ഏതൊക്കെ രീതിയിൽ അവർ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേൽ ഉണ്ടാക്കി വെച്ചിട്ട് 2000 കിലോമീറ്റർ 1800 കിലോമീറ്റർ ദൂരെ നിന്ന് പോയി ഇസ്രയേലിൽ ബോംബ് ചെയ്തില്ലേ? അപ്പൊ അതിനൊക്കെ കഴിയും. അല്ലാതെ നിങ്ങൾ ഈ സംഘികൾക്കും ക്രിസംഘികൾക്കും ഭയങ്കര സന്തോഷമാണ്. അവരെന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം വിഡ്ഢിത്തരങ്ങളെ വിളിച്ചു പറയാണ്. എന്താണ്, അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും, പിന്നെ ഇസ്രയേൽ അങ്ങനെ ചെയ്യും. ഒരു ചുക്കും ചെയ്യില്ല. ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തെ നശിപ്പിക്കണമെങ്കിൽ അത് സൃഷ്ടിച്ച ആരാണ്? ആ സൃഷ്ടാവിനെ നശിപ്പിക്കാൻ കഴിയുള്ളൂ. അത് എങ്ങനെ നശിപ്പിക്കുമെന്നും എങ്ങനെ ഈ ലോകം നശിക്കുമെന്നും ഒക്കെ അത് നേരത്തെ 1450 വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചിട്ടുണ്ട്. അത് അങ്ങനെ നശിക്കുള്ളൂ. അല്ലാതെ അമേരിക്കയിൽ ഇരുന്ന ഒരു ബട്ടൺ അമർത്തിയായി ലോകം മൊത്തം നശിക്കുമെന്നും റഷ്യയിൽ ഇരുന്ന ഒരു ബട്ടൺ അമർത്തിയായി ലോകത്തിന്റെ ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ തീരുമെന്ന് നോക്കുക. അല്ലെങ്കിൽ ഇസ്രയേലിൽ ഇരുന്ന് ജൂതപ്പടയോ നെതന്യാഹോ വിചാരിച്ച പിന്നെ ഇതെല്ലാം അങ്ങ് മാറ്റിമറിക്കാൻ കഴിയുമെന്നൊക്കെ, അതൊക്കെ സ്വപ്നങ്ങളാണ്. നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവില്ല. അതായത് ദൈവം തമ്പുരാനാണ് ഈ ലോകവും ഈ ആകാശങ്ങളും ഭൂമികളും അതിലുള്ള മനുഷ്യരെയും ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഒരു കാറ്റ് മതി ഇതൊക്കെ ഇല്ലാതാവാം. ഒരു മഴ മതി